അവസാനം ഒരു ചരിത്രം പറയട്ടെ. മഹാനായ ബഹ്റുബ്നു നസ്ർ റളിയല്ലാഹു തആല അൻഹുവിനെ നിങ്ങൾക്കറിയില്ലേ? ബുശ്റൽ കരീബിൽ ഈ ചരിത്രം വിവരിക്കുന്നുണ്ട്. ബഹ്റുബ്നു നസ്ർ റളിയല്ലാഹു തആല പറയുന്നു, എന്റെ ഉപ്പാ നസ്ർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. പരിസരത്ത് ആര് മരണപ്പെട്ടാലും ഏത് ജനാസ കൊണ്ടുവരപ്പെട്ടാലും ആ ജനാസയുടെ അടുക്കലേക്ക് ചെല്ലൽ പതിവാ. ആ ജനാസയ്ക്കുള്ള എല്ലാ പരിപാലനത്തിനും മയ്യത്ത് നിസ്കാരത്തിനും നേതൃത്വം നൽകൽ പതിവാണ്. അങ്ങനത്തെ നസ്റുസ്വായിയാകുന്ന എന്റെ പിതാവ് ഒരു ദിവസം എന്നോട് വന്നുകൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ, ഓ എന്റെ കുഞ്ഞുമോനെ, ഇന്നീ ഹളർതു യൗമൻ ജനാസ, നമ്മുടെ നാട്ടിലുള്ള ഒരു ജനാസ സന്ദർശിക്കാൻ ഞാൻ പോയി. അതെ, ആ ജനാസയുടെ മയ്യത്ത് പരിപാലനത്തിന് ഞാൻ പോയി. ആ മയ്യത്തിനെ ഞാൻ ഖബർസ്ഥാനിയിലേക്ക് കൊണ്ടുപോകാനും പോയി. അവിടെയുള്ള ആളുകളെല്ലാം മണ്ണ് വാരിയിടുന്നത് ഞാൻ കണ്ടു. ആ മയ്യത്തിനെ ഖബറിലേക്ക് മണ്ണ് വാരിയിടുന്ന സമയത്ത് ഞാനും മണ്ണ് വാരിയിട്ടു. ഞാൻ 3 പിടി മണ്ണ് വാരിയിട്ട് അങ്ങ് മാറി നിൽക്കുകയാ. ആ സമയത്ത് അവിടെ ഒരുമിച്ച് കൂടി ആളുകളല്ല, അവരെ കയ്യിലുള്ള മണ്ണ് ഓരോന്ന് വാരിയിടുമ്പോ അതെ, രണ്ടാളുകൾ ആ കബറിലേക്ക് ഇറങ്ങുന്നത് ഞാൻ കാണുകയാണ്. രണ്ടാളുകൾ ആ കബറിലേക്ക് ഇറങ്ങുന്നത് ഞാൻ ദൂരെ നിന്ന് കാണുകയാണ്. ബഹുമാനപ്പെട്ട നസ്റുസ്വായി തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ കണ്ണുകൊണ്ടല്ലേ കണ്ടത്, നിഷേധിച്ചാൽ ഞാൻ സമ്മതിക്കില്ലല്ലോ. മഹാനായ നസ്റുസ്വായി തങ്ങൾ പറയുന്നു, രണ്ടാളുകൾ ഇറങ്ങുന്നത് ഞാൻ കണ്ടു, പക്ഷേ ജനങ്ങൾ മണ്ണ് വാരിയിടുന്നത് നിർത്തുന്നില്ല. അവരാ മണ്ണ് വാരിക്കൊണ്ടേയിരിക്കുകയാണ്, കബർ മൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനതെങ്ങനെ ദൂരെ നിന്ന് കണ്ട് മറവ് ചെയ്തു വരുന്ന അവിടെയുള്ള ജനങ്ങളോട് ഞാൻ ചോദിച്ചു, ജീവിച്ചിരിക്കുന്ന ആളുകളെയും മരണപ്പെട്ടവരോട് കൂടെ നിങ്ങൾ മറവ് ചെയ്യുന്നുണ്ടോ? അതേ, നിങ്ങൾ ആ മയ്യത്തിനെ മറവ് ചെയ്തില്ലേ? അതിന്റെ കൂടെ ജീവനുള്ള ഒരാളും മറവ് ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടതാണ്. ഈ സമയത്ത് ജനങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, അവിടെ ഒരാളും എല്ലാമാസം മാഹദുൻ, അങ്ങനെ ഒരു പ്രവണത ഞങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരാളെയും മറവ് ചെയ്യുമ്പോ ജീവനോട് ഞങ്ങൾ മറവ് ചെയ്തിട്ടില്ല. ഓ നസ്റുസ്വായി തങ്ങളെ, നിങ്ങൾക്ക് തോന്നിയതായിരിക്കോ? മഹാനവറുകൾ പറഞ്ഞു, തോന്നിയതല്ലല്ലോ, എന്റെ ജീവിതത്തിൽ അനുഭവിച്ചതല്ലേ. അന്ന് രാത്രിയിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ കിടന്നുറങ്ങാൻ നേരത്ത് ദിക്റുകൾ ചൊല്ലി, സാധാരണ ചൊല്ലാറുള്ള ഔറാദുകൾ ചൊല്ലി. ഖബറിന്റെ അടുക്കിലേക്ക് അർദ്ധരാത്രി ചെല്ലുകയാണ്. എന്നിട്ടോ നസ്റുസ്വായി തങ്ങൾ മകനോട് പറയുന്നു, പൊന്നുമോനെ, ആ ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഞാൻ 10 പ്രാവശ്യം സൂറത്ത് യാസീൻ പാരായണം ചെയ്തു. അതേ, തബാറക്കൽ മുൽക്ക് സൂറത്ത് പാരായണം ചെയ്തു. പിന്നീട് യജമാനനായ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ കിശ്ഫിലി മാ റഅയ്തു, ഞാൻ കണ്ടത് എനിക്കൊന്ന് വെളിവാക്കിക്കൊണ്ട അല്ലാഹ്, ഞാൻ കണ്ടതൊന്ന് വ്യക്തമാക്കി തരണേ റഹ്മാനേ. ഇന്നി ഖായിഫുൻ അലാ ദീനി വഅഖ്ലി, എന്റെ ബുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ പരിഭ്രമിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. എന്റെ മതത്തിന്റെ കാര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയും എനിക്കുണ്ട്. അതുകൊണ്ട് യാ റബ്ബി കിശ്ഫിലി അമ്മാ റഅയ്തു, ഞാൻ കണ്ടതൊന്ന് വ്യക്തമാക്കി തരുമോ എന്ന് യജമാനനായ റബ്ബിനോട് 2 കരങ്ങളും ഉയർത്തി മനം പൊട്ടി പ്രാർത്ഥന നിർവഹിച്ചപ്പോൾ പൻശക്കൽ ഖബറു, ആ ഖബറങ്ങ് പുറത്തേക്ക് വരാൻ രൂപത്തിൽ 2ആയി പിളർന്നു. ഒരാളാ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, 2ആളായി ഇറങ്ങിയത് പക്ഷേ ഒരാളേ ഉള്ളൂ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ബഹ്റുൻ നസ്റുസ്വായി തങ്ങള് ഇദ്ദേഹത്തോട് സലാം പറഞ്ഞു, നിങ്ങൾ ആരാണ്? സലാം പറഞ്ഞിട്ട്
സമയത്ത് സലാം അടക്കുന്നില്ല. ആരാണെന്ന് ചോദിച്ചു മറുപടിയുമില്ല. ഒന്നിലേറെ തവണ ചോദിച്ചിട്ട് മറുപടി കാണുന്നില്ല. അവസാനം ഈ ഖബറിൽ നിന്ന് എണീറ്റ് വന്നയാൾ എന്നോട് ചോദിച്ചു, അന്തന് സുറുസ്വായിയാണോ? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ സുറുസ്വായിയാണ്. നിനക്ക് എന്നെ അറിയില്ല അല്ലേ? നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, എനിക്കെങ്ങനെ മനസ്സിലാവാനാ, ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങുന്നത് ഞാൻ കണ്ടു എന്നല്ലാതെ മുമ്പ് ഞാൻ നിങ്ങളെ പരിചയമില്ലല്ലോ. ആ സമയത്തിന് സുറുസ്വായുധങ്ങളോട് പറയുന്നു, അയ്യോ മനുഷ്യ, ഓ സുറുസ്വായി, നഹ്നു മലക്കാനി ബുക്കിന്ന ബി അഹ്ലി സുന്ന. ഓ സ്വായുധങ്ങളെ, ഞങ്ങള് രണ്ടു മലക്കുകളാണ്. അത് ഏതൊരു സുന്നി മരിച്ചാലോ അവിടെ മുസ്ലിമെന്നോ അവിടെ ആണെന്നോ പെണ്ണോ വ്യത്യാസമില്ലാതെ അതിന് സുന്നയിൽ നിന്ന് ആര് മരണപ്പെട്ടു പോയാലോ ആ സുന്നിയായ മനുഷ്യന് ഖബറിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ, സഹായം ചെയ്തു കൊടുക്കാൻ അള്ളാഹ് ഏൽപ്പിച്ച രണ്ട് മലക്കുകളാണ് ഞങ്ങളെന്ന് മഹാനായ നസ്റുസ്വായി തങ്ങളോട് പറഞ്ഞതല്ലേ. അതുകൊണ്ട് എന്റെ ഉപ്പമാരെ അങ്ങനത്തെ രണ്ട് മലക്കിന്റെ സംരക്ഷണം അല്ലാഹു തആല നൽകിയത് നമുക്കേ ഉള്ളൂ, സുന്നികൾക്കേ ഉള്ളൂ. അല്ലാത്തവർക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യമില്ല. വഹാബിയുടെ ഖബറിൽ ഫാത്തിഹയില്ല, ഖാദിയാനിയുടെ ഖബറിൽ ഖുർആനില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഖബറിൽ ദുആ ഇല്ല, മുജാഹിദുടെ ഖബറിൽ തൽഖീനില്ല. എന്നാൽ എന്റെ ഉപ്പമാരോട് ഭൗതിക താല്പര്യത്തിന്റെ പേരിലോ വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞോ നമ്മുടെ മക്കളെ സലഫികളുടെ സെന്ററിൽ കൊണ്ടാക്കരുത് കേട്ടോ, സുന്നീസം വിടരുത് കേട്ടോ. ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ പാപ്പാന്റെ കൂടെ കമറുലമ കാന്തപുരം ഉസ്താദിന്റെ കൂടെ അടിയുറച്ചിരുന്നു. സത്യമുണ്ടതില് ബഹുമാനപ്പെട്ട മടവൂർ തങ്ങൾ പറഞ്ഞ സത്യമുണ്ടതില്. റബ്ബേ, ഞങ്ങളെ നീ തുണക്കണേ റഹ്മാനെ. അവേലത്തെ തങ്ങളെ കാണിച്ചു തന്ന, കുണ്ടൂർ ഉസ്താദ് കാണിച്ചു തന്ന ആ പാതയിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നിലനിർത്തണേ അല്ലാഹ്. ഏതെങ്കിലും ഭൗതിക താല്പര്യത്തിന്റെ പേരിൽ ഗ്രൂപ്പ് വിട്ടുപോയ ആളുകളുടെ പ്രസംഗം കേട്ടപ്പോ മനസ്സ് തകർന്നു പോകുന്ന ഈമാൻ കുറഞ്ഞവരാക്കരുത് റഹ്മാൻ.